അപ്പോൾ അയാൾ ഇന്നലെ പടക്കം പൊട്ടിച്ചപ്പോൾ പറഞ്ഞു ഞാനും മൻസൂറും അയാളും ഒരു കാറിൽ ഇരുന്നിട്ട് തീരുമാനിച്ചു. നോക്കൂ, ഞങ്ങൾ 3 പേരുടെയും മൊബൈൽ ഫോണിൻ്റെ ടവർ ലൊക്കേഷൻ കഴിഞ്ഞ ഒരു 5 കൊല്ലത്തിനിടയിൽ എപ്പോഴെങ്കിലും ഒരുമിച്ച് വന്നിട്ടുണ്ടോ എന്ന് പരിശോധിച്ചാൽ മതി. ഇന്നലെ ഇപ്പോൾ അയാൾ പറയുന്ന സമയത്ത്, അതായത് അദ്ദേഹം പറയുന്നുണ്ടല്ലോ ഞങ്ങൾ ഇങ്ങനെ 3 ആൾ ഇരുന്ന് അവിടെ നിന്നൊരു വെല്ലുവിളി നടത്തിയതിൻ്റെ ഭാഗമായിട്ടാണ്. വളരെ സിമ്പിളാണ്. എൻ്റെയും മൻസൂറിൻ്റെയും അയാളുടെയും മൊബൈൽ ഫോൺ അയാൾ പറയുന്ന സമയത്ത് ഒരു ടവർ ലൊക്കേഷനിലായിരുന്നോ എന്ന് മാത്രം പരിശോധിച്ചാൽ മതി. അതല്ലെങ്കിൽ ഞങ്ങൾ ഒരുമിച്ച് നിൽക്കുന്ന എവിടെയാണ് നിന്നത് അവിടെ CCTV ഉണ്ടാവും. ഇപ്പോൾ മണ്ണാർക്കാട് നഗരസഭ 45 ലക്ഷം രൂപ കൊടുത്തിട്ട് എല്ലായിടത്തും CCTV ഒക്കെ വെച്ചിട്ടുണ്ടല്ലോ. അല്ലെങ്കിൽ ഈ പറഞ്ഞ എല്ലായിടത്തും ഈ പറഞ്ഞ സാധനങ്ങൾ ഓരോ സ്ഥാപനത്തിലും എവിടെ നിന്നാലും CCTVയുടെ ദൃശ്യങ്ങൾ അത് നോക്കും. CPM മണ്ണാർക്കാട് ഏരിയ കമ്മിറ്റി ഓഫീസിന് നേരെ പടക്കം എറിഞ്ഞത് വലിയ രാഷ്ട്രീയ വിവാദങ്ങളായിട്ടുണ്ട്. അതിലെ പ്രതിയെ പോലീസ് പിടികൂടിയിരുന്നു, പിന്നെ ജാമ്യത്തിൽ വിട്ടു. ആ വ്യക്തി പറഞ്ഞത് മണ്ണാർക്കാട്ടെ CPMൻ്റെയും DYFIയുടെയും നേതാക്കളാണ് തന്നോട് ഈ പടക്കം എറിയാൻ നിർദ്ദേശം നൽകിയത്, ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ചെയ്തത് എന്നുള്ളതാണ്. ആ അഷറഫ് എന്ന പ്രതി പറഞ്ഞ 2 പേരാണ് എന്നോടൊപ്പം ഉള്ളത്. ശ്രീരാജ് വെള്ളപ്പാടം DYFIയുടെ ബ്ലോക്ക് സെക്രട്ടറിയാണ്. മണ്ണാർക്കാട് ലോക്കൽ സെക്രട്ടറി CPM ലോക്കൽ സെക്രട്ടറി മൻസൂറും ഉണ്ട്. ഇപ്പോൾ നിങ്ങളുടെ നിർദ്ദേശപ്രകാരം പടക്കം എറിഞ്ഞു, നിങ്ങളാണ് ഒരു 30 രൂപയുടെ പടക്കം കൊടുത്തത് എന്നാണ് അദ്ദേഹം പറയുന്നത്. സ്വാഭാവികമായിട്ടും കയ്യോടെ പിടിക്കപ്പെടുന്നയാൾ അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം ഡൈവേർട്ട് ചെയ്തു പോയപ്പോൾ അതിൽ ആരെയാണോ ഇനി കൂടെ നിർത്താൻ പറ്റുക, അല്ലെങ്കിൽ തൻ്റെ കൂടെ താനേതായാലും വഷളായി, ബാക്കി തനിക്ക് ശത്രുതയുള്ള ആളുകളെ കൂടി വഷളാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ്. ഞങ്ങളുടെ ആപ്പീസിനെ ഞങ്ങൾ കാണുന്നത് വളരെ വൈകാരികമായിട്ടാണ്. അതിനെ വെച്ചിട്ട് അവിടേക്ക് പടക്കം എറിയാൻ, പടക്കം വാങ്ങിക്കൊടുക്കാൻ മാത്രം ബുദ്ധിശൂന്യതയുള്ള ആളുകളല്ല ഞങ്ങളെന്ന് ഞങ്ങളെ അറിയാവുന്ന എല്ലാ ആളുകൾക്കും അറിയാവുന്ന കാര്യമാണ്. ഇതാണ് അതിൽ സൂചിപ്പിക്കാനുള്ളത്. പിന്നെ ഇപ്പോൾ അയാൾ പലരോടും പലതരത്തിലാണ് പറഞ്ഞിട്ടുള്ളത്. ഒന്ന്, അയാൾ വളരെ മദ്യലഹരിയിലായിരുന്നു അന്ന് എന്നുള്ളത് പോലീസിനുൾപ്പെടെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അയാളെ കണ്ട അവിടെ അദ്ദേഹം വന്ന് ഞങ്ങളോട് ബെറ്റ് വെച്ചു, അല്ലെങ്കിൽ ഞങ്ങൾ അയാളോട് പറഞ്ഞിട്ട് പടക്കം വാങ്ങിക്കൊടുത്തിട്ടാണെങ്കിൽ അയാൾ പാർട്ടി ഓഫീസിൽ കയറിയിട്ട് ഏരിയ സെക്രട്ടറി ഉണ്ടോ എന്ന് ചോദിക്കേണ്ട കാര്യം എന്താ? നിങ്ങൾ അയാളുടെ ഫേസ്ബുക്ക് പോസ്റ്റുകൾ എടുത്ത് പരിശോധിച്ചാൽ അയാൾക്ക് ഈ പാർട്ടിയോടും പാർട്ടി നേതാക്കളോടുമുള്ള അടക്കാനാകാത്ത വിരോധം അയാളുടെ ഫേസ്ബുക്ക് പോസ്റ്റുകളിലൂടെ തന്നെ കാണാൻ കഴിയും. അതോടൊപ്പം അയാൾ ഇവിടെ മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ള ആളുകൾ ഒരുക്കി കൊടുത്ത വേദിയിൽ വലിയ ആഹ്ലാദം പ്രകടിപ്പിച്ച് ആ പരിപാടിയിൽ പങ്കെടുത്തയാളാണ്, അതിൻ്റെ ഭാഗമായി നിന്നയാളാണ്. അയാൾക്ക് ഇവിടുത്തെ പാർട്ടി തകർന്നു കാണണമെന്നും പാർട്ടി സംവിധാനത്തെയും പാർട്ടി നേതാക്കളെയും ഇകഴ്ത്തി കാണിക്കാനും പ്രത്യേക ത്വരയും ആഗ്രഹമുള്ള ഒരാളാണ്. അയാളുടെ ഒരു പ്രസ്താവനയെ നോക്കൂ, കയ്യോടെ പിടിക്കപ്പെട്ട ഒരു കേസിലെ പ്രതി അയാളുടെ ഒരു വാക്കിന് ഇത്രമേൽ വലിയ വില കൊടുക്കേണ്ടതില്ല എന്നാണ് ഞങ്ങൾക്ക് സൂചിപ്പിക്കാനുള്ളത്. ഇപ്പോൾ അദ്ദേഹവും താങ്കളും നിൽക്കുന്ന ഒരു ഫോട്ടോ, ആ ഫോട്ടോയിൽ നിങ്ങൾക്ക് താടി ഉണ്ടാവും, ഒരു പക്ഷേ പഴയ ഫോട്ടോ ആയിരിക്കും. ഇതിൽ ഏതാണ്ട് 8 വർഷം പഴക്കമുള്ള ഒരു ഫോട്ടോ ആണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ ശ്രീരാജ് സൂചിപ്പിച്ചതുപോലെ അങ്ങനെ ഞങ്ങളുടെ ഹൃദയമാണ് ഞങ്ങളുടെ ഓഫീസിനെ സംബന്ധിച്ചോളം പറയേണ്ട, ഏത് സാധാരണക്കാരനും ഏത് സമയത്തും അഭയം തേടിയെത്താവുന്ന ഞങ്ങളുടെ ഒരു കേന്ദ്രമാണ് ആപ്പീസ്. ആ ആപ്പീസിലേക്ക് ഞങ്ങൾ തന്നെ പടക്കം വാങ്ങിക്കൊടുക്കുന്നു എന്നാണ് ഇപ്പോൾ ഞാൻ ഇന്നലെ 24 ന്യൂസിൽ കേട്ടത്. ഇതിനു മുമ്പ് സമാനമായൊരു വിഷയം മണ്ണാർക്കാട് ഉണ്ടായിട്ടുണ്ട്. ഏതാണ്ട് ഒരു 10 മാസം ആയിട്ടുണ്ടാവും. ഇതുപോലെ ഒരാൾ, അത് ഏത് കേന്ദ്രത്തിൽ നിന്നാണ് എന്നുള്ളതൊക്കെ വളരെ കൃത്യമായിട്ട് എല്ലാവർക്കും അറിയും. ഇതുപോലെ മദ്യലഹരിയിൽ ആയിരുന്ന ഒരാൾ അയാളുടെ വീട്ടിലേക്ക് കയറുകയും, 1.5 വർഷമായിട്ടുണ്ടാവും, അയാളുടെ വീട്ടിലേക്ക് കയറുകയും ആ വീടിൻ്റെ മുകളിലെ സ്റ്റെപ്പിൽ നിന്ന് താഴോട്ട് വീണ് അയാൾക്ക് പരിക്ക് സംഭവിച്ചു. അയാൾ ആ സമയം അവരുടെ കുടുംബമെല്ലാം അയാളെ മദർ കെയർ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി ചികിത്സ തേടി വീണ്ടും വീട്ടിലേക്ക് വരികയാണ്. പിറ്റേ ദിവസം ഇത് ചില കേന്ദ്രങ്ങളിൽ നിന്ന് അറിഞ്ഞതിന് ശേഷം അയാൾ വീണ്ടും വീട്ടിൽ പോയി ചില ആളുകളുടെ സാന്നിധ്യത്തിൽ മദർ കെയർ ഹോസ്പിറ്റലിൽ അഡ്മിറ്റാക്കുന്നു. അഡ്മിറ്റായതിനു ശേഷം പോലീസിന് മൊഴി കൊടുത്തത് മൻസൂറാണ്. മൻസൂർ ഗുണ്ടകളെ വിട്ടുകൊണ്ട് ഇത് ചെയ്യിപ്പിച്ചു എന്നുള്ള രൂപത്തിലാണ്. ലാസ്റ്റ് പോലീസ് അന്വേഷിച്ച് CCTV പരിശോധിച്ചപ്പോൾ ആണ് ഇയാൾ മദ്യലഹരിയിലായിരുന്നു എന്നും അയാൾ വരുന്ന സ്ഥലം പരിശോധിച്ച് നോക്കി വീട്ടിൽ കയറി താഴോട്ട് വീഴാണ്. അപ്പോൾ മണ്ണാർക്കാട് ഞങ്ങൾ ഈ പടക്കം പൊട്ടിച്ചു എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾക്ക് ഏതാണ്ട് ഉറപ്പാണ് ഇതെല്ലാം ആരുടെ തലയിലേക്കാണ് വരുന്നത് എന്നും
ഇതാരുടെ കേന്ദ്രത്തിൽ നിന്നാണ് എത്തുന്നത് എന്നുള്ളതൊക്കെ വളരെ കൃത്യമാണ്. ഇനിയും ഞങ്ങൾ പലതും പ്രതീക്ഷിച്ചു കൊണ്ടേയിരിക്കുകയാണ്. കാരണം ഇത് തുടർന്നുകൊണ്ടേ മണ്ണാർക്കാട് ഇരിക്കുമെന്നുള്ളത് നമുക്ക് വളരെ കൃത്യമായിട്ട് അറിയാം. അപ്പോൾ ഇപ്പോൾ ഈ പി.കെ. ശശി എന്നത് മണ്ണാർക്കാട്ടെ CPM-ൻ്റെ ഒരു അവസാന വാക്കും വളരെ പ്രധാനപ്പെട്ട നേതാവുമാണ്. ഇന്നലത്തെ ഒരു പ്രകടനത്തോടു കൂടി അദ്ദേഹത്തെ പാർട്ടി പൂർണ്ണമായും ശത്രുപക്ഷത്താക്കി കഴിഞ്ഞോ? അതിനു മുമ്പ് ഞാൻ ഈ വിഷയത്തിൽ ഇയാൾ ആരോപണം ഉന്നയിച്ച കാര്യം നമുക്ക് ശാസ്ത്രീയമായിട്ടൊക്കെ തെളിയിക്കാൻ ഒരുപാട് മാർഗ്ഗങ്ങളുണ്ട്. അപ്പോൾ അയാൾ ഇന്നലെ പടക്കം പൊട്ടിച്ചപ്പോൾ പറഞ്ഞ് ഞാനും മൻസൂറും അയാളും ഒരു കാറിൽ ഇരുന്നിട്ട് തീരുമാനിച്ചു. നോക്കൂ, ഞങ്ങൾ 3 പേരുടെയും മൊബൈൽ ഫോണിൻ്റെ ടവർ ലൊക്കേഷൻ കഴിഞ്ഞ ഒരു 5 കൊല്ലത്തിനിടയിൽ എപ്പോഴെങ്കിലും ഒരുമിച്ച് വന്നിട്ടുണ്ടോ എന്ന് പരിശോധിച്ചാൽ മതി. ഇന്നലെ ഇപ്പോൾ അയാൾ പറയുന്ന സമയത്ത്, അതായത് അദ്ദേഹം പറയുന്നുണ്ടല്ലോ ഞങ്ങൾ ഇങ്ങനെ 3 ആൾ ഇരുന്ന് അവിടെ നിന്നൊരു വെല്ലുവിളി നടത്തിയതിൻ്റെ ഭാഗമായിട്ടാണ്. വളരെ സിമ്പിളാണ്. എൻ്റെയും മൻസൂറിൻ്റെയും അയാളുടെയും മൊബൈൽ ഫോൺ അയാൾ പറയുന്ന സമയത്ത് ഒരു ടവർ ലൊക്കേഷനിലായിരുന്നോ എന്ന് മാത്രം പരിശോധിച്ചാൽ മതി. അതല്ലെങ്കിൽ ഞങ്ങൾ ഒരുമിച്ച് നിൽക്കുന്ന എവിടെയാണ് നിന്നത് അവിടെ CCTV ഉണ്ടാവും. ഇപ്പോൾ മണ്ണാർക്കാട് നഗരസഭ 45 ലക്ഷം രൂപ കൊടുത്തിട്ട് എല്ലായിടത്തും CCTV ഒക്കെ വെച്ചിട്ടുണ്ടല്ലോ. അല്ലെങ്കിൽ ഈ പറഞ്ഞ എല്ലായിടത്തും ഈ പറഞ്ഞ സാധനങ്ങൾ ഓരോ സ്ഥാപനത്തിലും എവിടെ നിന്നാലും CCTV-യുടെ ദൃശ്യങ്ങൾ അത് നോക്കും. പിന്നെ നിങ്ങളിപ്പോൾ ഈ പറഞ്ഞ വിഷയത്തിലേക്ക് വരുമ്പോൾ ഈ പൂർണ്ണമായും തള്ളിക്കളഞ്ഞോ ഇല്ലേ എന്നുള്ളതിന് അതിനെക്കുറിച്ച് മറുപടി പറയേണ്ടത് ഔദ്യോഗികമായിട്ട് പാർട്ടിയാണ്. പക്ഷെ ഞങ്ങൾ എളിയ പാർട്ടിയുടെ പ്രവർത്തകരെന്ന നിലയിൽ ഞങ്ങൾക്ക് പറയാനുള്ളത് CPIM-നെതിരെ ആര് അക്രമം നടത്തിയാലും അല്ലെങ്കിൽ CPM-നെ പ്രതിരോധത്തിലാക്കുന്ന നടപടി ആരുടെ ഭാഗത്തു നിന്നുണ്ടായാലും അതിനെ ശക്തമായിട്ട് ചെറുക്കുക എന്നത് പാർട്ടി അംഗത്വത്തിലുള്ളവർ അല്ലെങ്കിൽ പാർട്ടിയെ സ്നേഹിക്കുന്ന ആളുകൾ എന്ന നിലയിൽ ഞങ്ങളുടെ ബാധ്യതയാണ്. അപ്പോൾ പാർട്ടിയെ പ്രതിരോധത്തിലാക്കുന്ന നിലപാട് ആര് സ്വീകരിച്ചാലും അതിനെ സംഘടനാപരമായി നേരിടേണ്ടതിന് അങ്ങനെയും രാഷ്ട്രീയമായി നേരിടേണ്ടതിന് അങ്ങനെയും നിയമപരമായി നേരിടേണ്ടതിന് അങ്ങനെയും നേരിട്ടേ പോകാൻ കഴിയുള്ളൂ. രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിൽ CPM-ൻ്റെ നേതാക്കളും CPM-ൻ്റെ പ്രവർത്തകരും ലീഗിനും UDF-നും എതിരായിട്ട് ഉന്നയിക്കുന്ന ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ ആ ലീഗിനെയും UDF-നെയും ആകെ പൊതിഞ്ഞു പിടിച്ച് സംരക്ഷിക്കാൻ ആര് വന്നാലും ഞങ്ങൾക്ക് അതിനെ തുറന്നു കാണിച്ച് മുന്നോട്ട് പോകേണ്ടി വരും. ഞങ്ങളുടെ രാഷ്ട്രീയം അതാണ്. ഞങ്ങളെ പഠിപ്പിച്ചിട്ടുള്ള ഞങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ള രാഷ്ട്രീയം അതാണ്. അതിൽ ഈ പറഞ്ഞ അഴിമതി ആരോപണം ഉന്നയിക്കാൻ ഏതെങ്കിലും കേന്ദ്രത്തിൽ നിന്ന് പ്രത്യേക സർട്ടിഫിക്കറ്റ് വേണമെന്നോ അല്ലെങ്കിൽ അഴിമതി ആരോപണം ഉന്നയിക്കുന്ന ആളുകളുടെ ഞങ്ങളുടെ പരിശുദ്ധി പരിശോധിക്കാൻ ആരെയും പൊതുപ്രവർത്തകരെന്ന നിലയിൽ ഞങ്ങൾ ഉൾപ്പെടെ ഓഡിറ്റ് ചെയ്യപ്പെടേണ്ടവരാണ് എന്ന കാര്യത്തിലൊരു തർക്കമല്ല. ഞങ്ങളുടെ പരിശുദ്ധിയെ സംബന്ധിച്ചെല്ലാം കൃത്യമായ പരിശോധനയും ഓഡിറ്റിംഗ് ആകാൻ പാടില്ല എന്നൊന്നും എവിടെയും പറയുന്നില്ല. അങ്ങനെ വേണമെന്ന് തന്നെയാണ് ഞങ്ങൾ പറയുന്നത്. പക്ഷേ ഞങ്ങൾ ആരോപണമല്ല ഉന്നയിച്ചത്, വസ്തുതകളുടെ അടിസ്ഥാനത്തിലാണ്. എൻ്റെ ഇതുൾപ്പെടെയുള്ള ഫേസ്ബുക്ക് പോസ്റ്റുകൾ വളരെ കൃത്യമായി അതിൻ്റെ കാര്യങ്ങളൊക്കെ വളരെ കൃത്യമായി സ്പെസിഫിക് ആയിട്ട് സൂചിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ അതൊന്നും പാടില്ല. ഇവരൊക്കെ വളരെ കൃത്യമാണ്, എല്ലാവരും വളരെ കേമന്മാരാണ്, ഇത് എന്തോ വലിയ അഴിമതിക്കെതിരായിട്ട് പ്രതികരിക്കുന്നത് എന്തോ മോശം കാര്യമാണെന്നൊക്കെ ആര് പറഞ്ഞാലും, ഞാൻ പറയുന്നത് അത് ഏത് തരത്തിൽ പറഞ്ഞാലും അതിനെ അംഗീകരിച്ച് പോകാൻ ബുദ്ധിമുട്ടുണ്ട് എന്ന് തന്നെയാണ് അക്കാര്യത്തിൽ DYFIയുടെ ബ്ലോക്ക് സെക്രട്ടറി എന്നുള്ള നിലയിൽ എൻ്റെ അഭിപ്രായം. മറ്റു കാര്യങ്ങളെ സംബന്ധിച്ചെല്ലാം പാർട്ടിയുടെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ പറയട്ടെ.